നമസ്കാരം. സംസ്ഥാന ബജറ്റിലെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന വിധത്തിൽ വിവാദമായി മാറുകയാണ്. മുൻ പിണറായി സർക്കാരിന്റെ മദ്യനയത്തിൽപ്പെട്ട കാര്യം പുതിയ യു.ഡി.എഫ് സർക്കാർ ഒരു ആലോചനയും കൂടാതെ നടപ്പിലാക്കാൻ നീങ്ങുന്നതാണ് വിമർശനം ക്ഷണിച്ചു വരുത്തുന്നത്. വൻകിട മദ്യ കമ്പനികൾക്കടക്കം താൽപര്യമുള്ള വിഷയം കൂടിയാണിതെന്നതാണ് സംഭവം കൂടുതൽ വിവാദമാകാൻ കാരണം. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ച വി.ഡി. സതീശൻ തന്നെ ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യത്തെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു എന്നതാണ് ഇരട്ടത്താപ്പായി മാറിയത്. വീര്യം കുറഞ്ഞ മദ്യമെന്ന ആശയം തുടങ്ങിയത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായിരുന്നു. 2022-23 മദ്യനയത്തിന്റെ സൃഷ്ടിയാണ് വീര്യം കുറഞ്ഞ മദ്യം. 0.5% മുതൽ 20% വരെ സ്പിരിറ്റ് അടങ്ങിയ മദ്യം വിൽക്കുന്നതിന് വിദേശ മദ്യചട്ടത്തിൽ രണ്ടാം പിണറായി സർക്കാർ ഭേദഗതി വരുത്തിയിരുന്നു. ധാന്യങ്ങൾ ഒഴികെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈനും വീര്യം കുറഞ്ഞ മദ്യവും ഉൽപ്പാദിപ്പിക്കാൻ കേരള സ്മോൾ സ്കെയിൽ വൈനറി ചട്ടത്തിനൊപ്പമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയത്. വൻകിട ഡിസ്റ്റിലറികൾക്കും അവസരം നൽകിക്കൊണ്ടായിരുന്നു ഭേദഗതി. സർക്കാർ തീരുമാനത്തിന്റെ ചുവട് പിടിച്ച് കേരള വിപണി ആദ്യം ലക്ഷ്യമിട്ടത് ബക്കാഡി ഇന്ത്യ എന്ന മദ്യക്കമ്പനിയെയാണ്. 4.8% വീര്യമുള്ള ബക്കാഡി ബ്രീസറും 8% വീര്യമുള്ള ബക്കാഡി പ്ലസും വിൽക്കാൻ അവർ അനുമതി തേടി. എന്നാൽ വിൽപ്പന നികുതി നിശ്ചയിക്കാത്തത് തടസ്സമായി. 42% വീര്യമുള്ള ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് ചുമത്തുന്ന 251% നികുതിക്ക് പകരം പ്രത്യേക നികുതി ഘടന വേണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടു. അന്നത്തെ ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ഒന്നിലേറെ തവണ ഇക്കാര്യത്തിൽ കൂടിയാലോചന നടന്നു. യു.ഡി.എഫ് സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നതിന് സമാനമായ നികുതി ഘടന ധാരണയാവുകയും ചെയ്തു. എന്നാൽ തീരുമാനമെടുക്കാതെ വിഷയം മാറ്റിവെച്ചു. ഫയൽ അവസാനിപ്പിച്ചതുമില്ല. നികുതി വരുമാനം കൂട്ടാനുള്ള വഴി തേടിയപ്പോഴാണ് വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിൽ വീര്യം കുറഞ്ഞ മദ്യം എത്തിയത്. മുൻ സർക്കാർ വിൽപ്പനാനുമതി നൽകിയ സ്ഥിതിക്ക് നികുതി നിശ്ചയിക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന നിഗമനത്തിലായിരുന്നു തുടർ നടപടി. ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നുണ്ട്. പ്രത്യേക നികുതി ഘടനയാണുള്ളത്. നികുതി നിശ്ചയിച്ച സ്ഥിതിക്ക് എക്സൈസിൽ നിന്ന് ബ്രാൻഡ് രജിസ്ട്രേഷൻ നേടി വിൽപ്പന ആരംഭിക്കാം. ബാർ, ബിയർ വൈൻ പാർലറുകൾ, ക്ലബ്ബുകൾ തുടങ്ങിയ ലൈസൻസുള്ള സ്ഥാപനങ്ങളിൽ മാത്രമാണ് വിൽപ്പന അനുമതി. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന യു.ഡി.എഫ് നയത്തിന് ഘടകവിരുദ്ധമാണ് എന്നതാണ് വിമർശനമുയരാൻ ഇടയാകുന്ന സാഹചര്യം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുതിയൊരു വിഭാഗം ഉപഭോക്താക്കളും ഉണ്ടാകും. മദ്യ ഉപയോഗത്തിന് പ്രോത്സാഹനവുമാകും. ആൽക്കഹോൾ 0.5% മുതൽ 20% വരെയുള്ള മദ്യത്തെയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പരിധിയിൽ പെടുത്തിയിരിക്കുന്നത്. പുതിയ നികുതി ഘടന ഇങ്ങനെയാണ്. ആൽക്കഹോൾ 0.5 മുതൽ 10% വരെ, വിലയുടെ 120% നികുതി. 10 മുതൽ 20% വരെ വീര്യമുണ്ടെങ്കിൽ വിലയുടെ 175%. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണെങ്കിൽ 42% ആൽക്കഹോളാണ് അതിൽ ഉൾക്കൊള്ളിക്കേണ്ടത്. അതിൽ നികുതി 251% വരും. ബിയർ വീര്യം 6% നികുതി 112%. വൈൻ അതിന്റെ വീര്യം 15.5% നികുതി 82%. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഉയർന്ന വിവാദങ്ങളിൽ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നിയമസഭയിൽ വിശദീകരണം നൽകും. ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിലാകും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് അറിയിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ച നടപടിക്കെതിരെ കോൺഗ്രസിലും യു.ഡി.എഫിലും വലിയ രീതിയിലുള്ള അതൃപ്തിയും തർക്കങ്ങളും നിലനിൽക്കുന്ന സാഹചര്യമാണ്. പ്രഖ്യാപനത്തിൽ സർക്കാർ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുമോ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്.